ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. ഒരു വിരുന്നിനാണ് നമ്മൾ പോകുന്നത്. എവിടേക്കാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നമുക്ക് ഉത്സവം ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എത്താനായിട്ട് കോൾ വന്നായിരുന്നേ. കാരണം എനിക്കൊരു 8ൻ്റെ പണി എൻ്റെ അമ്മാനോട് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ 7:30 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ എത്തിയായിരുന്നു അങ്ങനെ നമ്മൾ വീട് എത്തിയായിരുന്നു കേട്ടോ. ഇതേ കാണുന്ന ആരാണെന്ന് അറിയോ? എൻ്റെ അമ്മയുടെ അച്ഛനാണ്, ഞങ്ങളുടെ അപ്പയാണ്. വീട് എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി എന്നായിരുന്നു. ഞാൻ അങ്ങനെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മായി പുട്ടും പരിപ്പ് കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം. അപ്പോൾ ആദ്യം അത് കഴിച്ചതിന് ശേഷം എൻ്റെ 8ൻ്റെ പണി നമുക്ക് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് എനിക്ക് എൻ്റെ അമ്മ തന്ന 8ൻ്റെ പണി. ചിക്കനും ബീഫും മീനും ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പണ്ടേ മാസ്റ്റർ ഷെഫാണല്ലോ, പിന്നെ കുക്കിംഗ് എന്നുള്ളത് ഞാൻ എൻജോയ് ചെയ്ത് എനിക്കൊരു പരാതിയില്ലാതെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടവുമാണ് ഈ കാര്യം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്നെ ഹെൽപ്പിനായിട്ട് അമ്മേൻ്റെ മക്കളും കൂടി ഉണ്ടായിരുന്നു. അവന്മാർക്ക് ഞാൻ 8ൻ്റെ പണി കൊടുത്തിട്ടുണ്ട്. അവന്മാരെനിക്ക് സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി തന്നായിരുന്നു കേട്ടോ. പാവങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വീഡിയോസും അവർ തന്നെയാണ് എനിക്ക് ചെയ്തു തന്നിരുന്നത്. അങ്ങനെ അവന്മാർ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എനിക്ക് തന്നായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ബീഫിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയായിരുന്നു. മസാലയൊക്കെ പുരട്ടി കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പുറത്തെ അടുപ്പിൽ ചിക്കനും ഞാൻ കറിയാക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ചിക്കൻ കറി വെച്ചു, ബീഫും കറിയാക്കി. ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെമ്മീനും പടവലം കൂടി നമ്മൾ കറി വെച്ചായിരുന്നു കേട്ടോ. പച്ചക്കറിയായിട്ട് അതാണ്. പക്ഷേ ചെമ്മീൻ വരുമ്പോൾ അത് പച്ചക്കറി ആവത്തില്ല. എന്നാൽ ഞങ്ങൾക്ക് പച്ചക്കറിയിൽ ചെമ്മീൻ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ മീനുണ്ടായിരുന്നു, പിലോപ്പി ആയിരുന്നു, അത് നമ്മൾ വറുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് 12:30 ആയപ്പോഴേക്കും കറിയെല്ലാം റെഡി ആയിരുന്നു. ഇത് അടുപ്പത്ത് ചെമ്മീനും പടവലം കൂടി കറിയായി, ബീഫ് കറി ആയിരുന്നു, ചിക്കൻ കറി ആയിരുന്നു. അങ്ങനെ 12:30 ആയപ്പോഴേക്കും നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പുളിയല്ലേ, നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ടൈം എടുത്തില്ല. പിന്നെ ഹെൽപ്പിനായിട്ട് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എൻ്റെ ചിറ്റയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വൈകിട്ടാണ് വന്നത്. ചിറ്റയും കൂടി വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്പീഡാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞത് ഞങ്ങൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കടവാരത്തോട്ട് പോയായിരുന്നേ. ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ മെയിൻ സ്പോട്ടിൽ നിന്നാണ് ഈ കടവാരം കേട്ടോ. ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരിക്കാനായിട്ട് തന്നെ നല്ല രസമാണ്. ഞങ്ങളുടെ മെയിൻ കലാപരിപാടി ചൂണ്ടലാണ്. ചൂണ്ട ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇരുന്നുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ കുറേ തള്ളും കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞിരുന്നായിരുന്നു. ഞങ്ങളുടെ പഴയത്തെ വീര കഥകളൊക്കെ പറഞ്ഞ് കുറേ പൊങ്ങച്ചൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നേ. തമ്പുരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു കേട്ടോ ഈ പ്രകൃതിയൊക്കെ ഭംഗിയൊക്കെ. അവളെ ഈ കടവാരത്തൊന്നും കൊണ്ടുവരാത്തയാണ്. ഫസ്റ്റ് ടൈമാണ് കടവാരത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നത് കേട്ടോ. അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെള്ളി കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്, എന്നാലും അതിൽ കാണുന്നവരെല്ലാം ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ തമ്പുരുവിന് ഈ വീഡിയോയും ഫോട്ടോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോഴേ തന്നെ ഒരു കുട്ടി ബ്ലോഗറാണ്. കണ്ടില്ലേ താറ്റയൊക്കെ തരുന്നത്. ഒന്ന് ഞാൻ പിണങ്ങിയായിരുന്നു ആളെ, പിന്നെ ആൾ വഴക്കിട്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ചൂണ്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കല്ലും കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ തീറ്റി കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എന്താ പെണ്ണങ്ങിയോടെ തന്നെ വഴക്കിട്ട് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്, ഒന്നും പറയാനായിട്ട് പാടില്ല, അപ്പോൾ തന്നെ വഴക്കിട്ട് പോകണം. അങ്ങനെ വൈകുന്നേരമായി തുടങ്ങി ഞങ്ങൾ ഉത്സവത്തിന് പോകാൻ റെഡി ആയി. അങ്ങനെ പതിയെ ഉത്സവത്തിന് പോകാനായിട്ട് ഞങ്ങൾ നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ നാത്തൂനാണ്. നാത്തൂൻ വന്നതിന് ശേഷം ഇപ്പോൾ അവൾക്ക് പിന്നെ അമ്മയിനെ മതി, വേറെ ആരെയും വേണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറമ്പിലെത്തിയായിരുന്നു. ഉത്സവം കുറച്ച് നേരം കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ തമ്പുരിന് പറയണ്ട, ഈ ചെണ്ടോട്ടും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ വെറുതെ ഇരിക്കത്തില്ല. അവൾക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിൽ താവൊക്കെ പിടിച്ച് തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒപ്പം കട്ടയ്ക്കായിട്ട് ഞങ്ങളുടെ പെറ്റമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മയാണ് പെറ്റമ്മ, അവൾ കൂടി തന്നെ തുള്ളുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ക്ഷമ നശിച്ച് ഞങ്ങളും കളത്തിലോട്ട് ഇറങ്ങി. ഞങ്ങളും കുറച്ച് നേരം അവിടെ കിടന്ന് തുള്ളി ആഘോഷിച്ചാണ് കേട്ടോ. കുറേ നാളായി ഇതുപോലെ എൻജോയ് ചെയ്തിട്ട്. ഉത്സവമൊക്കെ ഇതിന് മുന്നേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലെ കളത്തിലോട്ട് ഇറങ്ങി ആ ചെണ്ടോട്ട താളമൊക്കെ കേട്ട് ആഘോഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ. ഉത്സവം കൂടി വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വെടിക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ കുറച്ച് ലിമിറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും വന്നാലും നല്ല ഭംഗിയിൽ തന്നെ ആസ്വദിച്ചായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെ വെടിക്കെട്ട് കാണുമ്പോൾ നമ്മളിരുന്ന് പറയും അടുത്ത ചുവപ്പാണ്, അടുത്ത പച്ചയാണ്, അടുത്ത നീലാണെന്ന്. നിങ്ങളങ്ങനെ പറയാറുണ്ടോ ഗൈസ്? എങ്ങനെ കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി കുറച്ച് വെള്ളവും കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് നടന്നെടുത്തോ. അങ്ങനെ ക്ഷീണിച്ചായിരുന്നു തുള്ളിയതൊക്കെ കൊണ്ട്. അങ്ങനെ അപ്പുറത്തെ പറമ്പിൽ കുറച്ച് കണിക്കൊന്ന പൂത്തേക്ക് കണ്ടിട്ട് ആ ഒരു കൊതി കൊണ്ട് കുറച്ച് പറിച്ചായിരുന്നേ. അത് കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഷോയെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.